2026 ഞങ്ങളുടെ ആദ്യത്തെ സിനിമ കാണാൻ പോക്കാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ ഓല കാരണം ഞങ്ങൾ ഒന്നും രണ്ടും തവണയൊന്നല്ല വഴിയിൽ കടന്നത്. ഒരു ചെറിയ ഹമ്പ് കടക്കുമ്പോഴേക്ക് സ്കൂട്ടർ ഇഷ്യൂ ആവും. അങ്ങനെ ഞങ്ങൾ ഒരു 5-6 തവണ റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് സിനിമ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഈ ഓല മടൽ വാങ്ങിയിട്ട് 2-3 കൊല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ ഓരോ പണികൾ തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് സൂക്ഷിച്ചും കണ്ടും വണ്ടികൾ വാങ്ങും, അല്ലെങ്കിൽ വഴിയിൽ കിടക്കേണ്ടി. ഭാഗ്യത്തിന് 10:20 ഷോക്ക് ഞങ്ങൾ 10:21 തന്നെ തിയേറ്ററിൽ എത്തി. ഇതാണ് തിയേറ്ററിന്റെ അവസ്ഥ. ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 20 പേര്, അതിൽ കൂടുതൽ കാണില്ല. പിന്നെ ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത് ചൊവ്വാഴ്ചകളിലാണ്. അന്നാണെങ്കിൽ ടിക്കറ്റിന് വില കുറവാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ സന്തോഷിക്കണോ കരയണോ വേണ്ടേ പറഞ്ഞിട്ടിരിക്കും. കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഓൺലൈൻ വഴിയാണ്. അങ്ങനെ ഓൺലൈൻ ചാർജ് ഒരു എക്സ്ട്രാ 50 രൂപ കൊടുക്കേണ്ടി വന്നു. ഇത്രയും എംറ്റി സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഡയറക്റ്റ് വാങ്ങായിരുന്നു. ഇനി അടുത്ത തവണ നമുക്ക് അങ്ങനെ ചെയ്തോ. എന്തായാലും ഞങ്ങൾ കണ്ട സിനിമ അത്യാവശ്യം എന്റർടൈൻമെന്റ് ആയിരുന്നു. വിത്ത് ലവ് എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയാണ് നമ്മൾ കണ്ടത്. സിനിമ കണ്ടിറങ്ങിയപ്പോഴേക്കും സമയം പുലർച്ചെ 1:20. 17-ാം തീയതി വന്ന് നമ്മൾ 18-ാം തീയതിയാണ് തിരിച്ചു പോകണമെന്നുള്ള സ്ഥിരം ചളി അടിച്ചിട്ട് ഞങ്ങൾ നേരെ പാർക്കിങ്ങിലേക്ക് വിട്ടു. ഇവിടെയാണ് നമ്മളെ കാത്തിരിക്കണ അടുത്ത പണി ഉണ്ടായിരുന്നത്. ബേസ്മെന്റ് 1-ലാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കാതെ നേരെ ബേസ്മെന്റ് 2-ൽ പോയിട്ട് ഇറങ്ങിയത്. അങ്ങനെ അവിടെ കുറെ വട്ടം ചുറ്റി. എന്നിട്ട് ബേസ്മെന്റ് 1-ലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് വണ്ടി എടുത്തു. ഇതാണ് പറയുന്നത്, ഭാര്യ പറയുന്നത് കേൾക്കണം എന്ന്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മുടെ ചിന്നുകുട്ടീനെയും കൂട്ടിലാക്കിയിട്ട് ഞങ്ങൾ കടന്നു. അപ്പൊ അത്രേ ഉള്ളൂ, ടാറ്റാ.